ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. പായൽ കപ്പാടിയ സംവിധാനം ചെയ്തിട്ട് കനി, ദിവ്യപ്രഭ, ഛായാകഥം ഒക്കെ അഭിനയിച്ച സിനിമയാണ്. കാനിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയും കൂടിയാണ്. കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ പോയി കണ്ടു. മലയാളം സിനിമ എന്ന് പറയണോ, ഇറ്റ്സ് എ ഫ്രഞ്ച് കൊളാബറേഷൻ. അതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള സംസാരിക്കുന്ന ലാംഗ്വേജ് മലയാളമാണ് എന്ന് പറയാം. അതിൻ്റെ ഡയറക്ടർ മലയാളിയല്ല, പക്ഷെ എന്നാലും നമുക്ക് മലയാളി എന്നുള്ള രീതിയിൽ നമുക്കത് മലയാള സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. തിയേറ്ററിൽ പോയ സമയത്ത് എൻ്റെ പരിചയത്തിൽ നമ്മൾ കൂടെ സിനിമ കാണാൻ എന്നുള്ള രണ്ടാൾക്കാരല്ലാണ്ട് എനിക്ക് തോന്നുന്നത് ആ തിയേറ്ററിൽ പരിചിതമായ മലയാളികളൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് കുറേ പേരൊക്കെ നോൺ മലയാളീസ്, നോൺ ഇന്ത്യൻസായ ആൾക്കാർ വരെ സിനിമ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ആ സിനിമയിൽ 3 പേരിൽ കൂടിയാണ്, ഈ പറഞ്ഞ 3 ആൾക്കാരിൽ കൂടിയാണ് ആ സിനിമയുടെ കഥ പോകുന്നത്. അതിൽ കനി, ദിവ്യപ്രഭ 2 പേരും മലയാളികളാണ്, നഴ്സുമാരാണ്, ബോംബെയിൽ വർക്ക് ചെയ്യാണ്. ആ ഹോസ്പിറ്റലിൽ ജോലി എടുക്കുന്ന ഒരാളാണ് ഛായാകഥം. അപ്പോൾ ഇവരുടെ 3 പേരുടെ ജീവിതത്തിൽ കൂടെ പോകുന്ന സമയത്ത് ബോംബെ എന്നുള്ള എനിക്കൊരു വിഷ്വൽസ്, അതിൻ്റെ ക്യാമറ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റിമൈൻഡഡ് മീ ഓഫ് മൃണാൾ സെന്നിൻ്റെ ചില സിനിമകളിൽ കൽക്കട്ട കാണിക്കുന്നത്, സത്യജിത് സിനിമയിൽ കൽക്കട്ട കാണിക്കുന്നത്, ഗോവിന്ദ് നിഹ്ലാനിയുടെ സിനിമയിൽ ബോംബെ കാണിക്കുന്നത്, അങ്ങനെയൊക്കെ. അതായത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പിക്ചറൈസേഷൻ. ഒരിക്കലും ഉറങ്ങാത്ത ഒരു നഗരം, എല്ലാവരും തിരക്കിട്ട് ഓരോ വഴിക്ക് പോകുന്നത്, എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഭയങ്കര എനർജിയോട് ജീവിതവുമായി മല്ലിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരത്തിനെയും ആ നഗരത്തിലെ ജനങ്ങളെയും വളരെ ഗംഭീരമായിട്ട് ചിത്രീകരിക്കാൻ പറ്റിയൊരു ക്യാമറ വിഷ്വലായിട്ട് എനിക്ക് തോന്നി. ദ ക്യാമറ വാസ് മൂവിങ് ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മളും ആ സിനിമയുടെ കൂടെ, അതിൽ ആൾക്കാരുടെ കൂടെ നമ്മളും മൂവ് ചെയ്യുന്ന മാതിരിയുള്ളൊരു തോന്നൽ. ഈ കനി, ദിവ്യപ്രഭ 2 പേരുടെയും ക്യാരക്ടേഴ്സ്, ഒരാൾ ഒരു സീനിയർ നേഴ്സാണ്, മറ്റൊരാൾ ഒരു ജൂനിയർ നേഴ്സാണ് ഹോസ്പിറ്റലിൽ. ഛായാകഥം അവിടെ വർക്ക് ചെയ്യണ അവർ മലയാളിയല്ല. ആ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെയും രസകരമായിട്ടുള്ള ചില സീനുണ്ട്. ഇത് ഓരോരുത്തരുടെയും 3 ക്യാരക്ടേഴ്സിൻ്റെയും എനിക്കിഷ്ടപ്പെട്ടൊരു ഏരിയ പറയാം. അതിൽ ദിവ്യപ്രഭ ഒരു കസേലങ്ങ് ഇരുന്നിട്ട് കൗണ്ടറിൽ ആൾക്കാർ വരുന്നുണ്ട്, ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, മരുന്ന് കൊടുക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫ്രീ ടൈം ഉണ്ടാകുന്ന സമയത്ത് ഇവരിങ്ങനെ കസേരയിങ്ങനെ തിരിഞ്ഞ്, അതായത് ഒരു ബോറടി, ഷീസ് എ യങ് നേഴ്സ്, ജീവിതത്തെ കാണുന്ന രീതി, ജീവിതത്തെ കാണുന്ന രീതി, കനിയുടെ ക്യാരക്ടർ ജീവിതത്തെ കാണുന്ന രീതിയിലല്ല ദിവ്യപ്രഭയുടെ ക്യാരക്ടർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോറടി ഉണ്ടാകുന്ന സമയത്ത് അവരിങ്ങനെ കസേരയിൽ ഇങ്ങനെ തിരിയുന്ന, ഐ തിങ്ക് പ്രോബ്ലി a minute long സീനൊക്കെ ആയിരിക്കും. വളരെ നാച്ചുറലായിട്ടുള്ള അഭിനയവും നമുക്ക് അങ്ങനെയൊക്കെയാണ് ജനറലി ആൾക്കാർ ബോറടിക്കുന്ന സമയത്ത് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു തോന്നൽ വരുന്ന രീതിയിൽ. ഫോൺ എടുക്കുന്നു, ഫോൺ നോക്കുന്നു, കസേരയിൽ കറങ്ങുന്നു, ഇങ്ങനെയൊക്കെ. ഐ തിങ്ക് ദാറ്റ് വാസ് ഒരു ആക്ടർ എന്നുള്ള രീതിയിലും, കൂടാതെ അത് ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിൽ പായൽ കപ്പാടിയൻ്റെ ഇതൊക്കെ കൂടിയിട്ട് ഐ തിങ്ക് ഐ റിയലി ലൈക്ക് ദാറ്റ് വൺ പെർട്ടിക്കുലർ സീൻ. കനിയുടേത് എനിക്ക് എടുത്തു പറയാനുള്ളൊരു സീൻ എന്ന് പറഞ്ഞാൽ ഞാൻ കഥേൻ്റെ കൂടുതൽ കാര്യം ഡൈവേൾജ് ചെയ്യുന്നില്ല, പക്ഷേ അതിൽ ഒരു കുക്കർ കെട്ടിപ്പിടിക്കുന്നൊരു സീനുണ്ട്. ഏതാന്നൊക്കെ നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കാം. പക്ഷെ അതെന്തോ ഇറ്റ് ടച്ച്ഡ് മീ എ ലോട്ട്. കനിയുടെ ഒരു ആക്ടിങ്ങിൽ ഞാൻ കണ്ടിട്ടുള്ളത്, അറ്റ് ദ സെയിം ടൈം ദർ ഇസ് എ ബോൾഡ്നെസ് ഇൻ ദ ക്യാരക്ടർ, ആൻഡ് അറ്റ് ദ സെയിം ടൈം ദർ ഇസ് എ അൺസ്പീക്കബിൾ സാഡ്നെസ്, വല്ലാത്തൊരു ദുഃഖം. അത് കനിയുടെ പല സിനിമകളിലും കനിയുടെ മുഖത്ത് ആ ബോൾഡ്നെസ്സും സാഡ്നെസ്സും ഒരേ സമയത്ത് ഇറ്റ് ഷോസ് അപ്പ്. ഛായാകഥമിൻ്റെ സിനിമകൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടില്ലെങ്കിൽ ലാപ്പത്ത ലേഡീസിലൊക്കെ ഛായാകഥമുണ്ട്. അപ്പോൾ ഛായാകഥമിൽ ഒരു ടൊബാക്കോ എടുത്തിട്ടൊക്കെ വായിൽ വയ്ക്കുന്നൊരു സീനിൽ, അതിൻ്റെ ഒരു 30 സെക്കൻഡ് സീൻ പ്രോബ്ലി, അതിൽ അവരുടെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എന്തൊരു നാച്ചുറലാണെന്നറിയാം സംഭവം. അത് അവർ അങ്ങനെ തന്നെ ചെയ്യുന്നതാണല്ലോ, അവരോട് പറഞ്ഞിട്ട് അവരങ്ങനെ ആക്ട് ചെയ്യുന്നതാണോ എന്നുള്ളത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഈവൻ ഫിഗർ ദാറ്റ് ഔട്ട്. ആ സിനിമയിൽ ഒരു എനിക്കൊരു ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു സംഭവമായിരിക്കാൻ മതി. ബിക്കോസ് മേ ബി പായൽ കപ്പാടിയ എന്നുള്ള അവർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കഴിഞ്ഞ്
ഇപ്പോഴും അവരുടെ ഒരു സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് അത് റിയലിസ്റ്റിക് ആവണം, ആർട്ടിസ്റ്റിക് ആവണം എന്നുള്ളത് കൊണ്ട് ഇത്ര ചില സീനുകളൊക്കെ ഇത്ര ദൈർഘ്യം വേണമെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് പ്രോബബ്ലി മേ ബി ദാറ്റ്സ് അപ് ടു ഹെർ ഹൗ ഷി വാണ്ട്സ് ടു മേക്ക് എ മൂവി. പക്ഷേ നമ്മളൊരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അതിൽ ഇത്ര നേരത്തിന് പകരം അതിനെക്കാട്ടും കുറഞ്ഞിട്ടുള്ള സമയത്ത് ആ സിനിമ എടുക്കാമായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് അത് പല സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നും കേട്ടോ, ഇത്ര നേരം ആ സിനിമ വേണ്ടിയിരുന്നില്ല, അതിനെക്കാട്ടും കുറവാണെന്നുള്ളത്. കാരണം കുറച്ചും കൂടെ കുറുക്കി അതിനെ കുറച്ചും കൂടെ ഒരു ഹെവി കണ്ടൻ്റ് ആക്കിയിട്ട് മാറ്റാൻ പറ്റുമായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഇതല്ല പല സിനിമകൾ കാണുമ്പോഴും പലപ്പോഴും തോന്നാറുണ്ട്. 3 പേരുടെ ജീവിതം, അവരൊക്കെ അതിൽ കനി ആൻഡ് ദിവ്യപ്രഭ ഒരേ പ്രൊഫഷനാണ്, ഒരേ സ്ഥലത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ, പേഴ്സ്പെക്റ്റീവ്സ് വളരെ വ്യത്യസ്തമാണ്. അതവർ വളർന്ന സാഹചര്യവും അവർ ജീവിതത്തിൽ മുന്നോട്ട് അവർക്ക് എന്ത് വേണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ആൻഡ് ഹൗ ദാറ്റ് റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള ആഗ്രഹങ്ങളും അങ്ങനെയുള്ള ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ചിന്തകളും അവരുടെ ജീവിതത്തെ, അവരുടെ കണക്ഷനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. പക്ഷെ 3 പേർക്ക് പല രീതിയിൽ ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള വിഷമങ്ങൾ, ആകുലതകൾ, ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള, ഭാവിയെ കുറിച്ചിട്ടുള്ള ചിന്തകൾ, ഇതെല്ലാം അറ്റ് സം പോയിൻ്റ് ഇൻ്റർലിങ്ക് ചെയ്തിട്ട് ഒരു സാധാരണ മനുഷ്യനുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ, അതായത് എൻ്റെ പ്രശ്നം എൻ്റേത് മാത്രമല്ല, വേറൊരാളുടെ പ്രശ്നം കൂടിയാണ്, വേറൊരാളുടെ പ്രശ്നം അയാളുടെ മാത്രമല്ല എൻ്റേതും കൂടിയാണ് എന്നൊക്കെ രീതിയിൽ പരസ്പരം സപ്പോർട്ട് ചെയ്യാനും മനസ്സിലാക്കാനും കഴിയുന്ന 3 പേര് വലിയൊരു നഗരത്തിൽ, അവരുടെ നാടല്ല, വലിയൊരു നഗരത്തിൽ വന്നിട്ട് അവർ ജീവിക്കുന്ന സമയത്ത് അവർക്ക് അവർ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാവുന്നൊരു സംഭവം. അതിന് അവരുടെ വിഷമങ്ങളും അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളെയൊക്കെ അവരോരോരുത്തരും സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നുന്നൊരു സംഭവം. ഇത്രയൊക്കെ ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ നിങ്ങൾ കണ്ട എന്താ പറയുക, ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ഡൈവേൾജ്ഡ് എ ലോട്ട്, ബട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് എ ഇൻട്രസ്റ്റിംഗ് മൂവി വാച്ച്. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാം. ആൻഡ് ഐ തിങ്ക് ഐ ലൈക്ക് ദ മൂവി എക്സെപ്റ്റ് ഫോർ ആ ദൈർഘ്യം കൂടിപ്പോയി ചില ഇതിൽ. അതിനൊന്നും കൂടെ ബെറ്റർ ആയിട്ട് എഡിറ്റ് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഉണ്ട്. എഡിറ്റിംഗ് മോശമാണെന്നുള്ളതല്ല, ബട്ട് ഐ തിങ്ക് ഓൾവേസ് ദർ ഇസ് ഓൾവേസ് സംതിങ് ഇൻ എവ്രി മൂവി ദാറ്റ് വി കുഡ് ഹാവ് റിമൂവ്ഡ് എന്നുള്ള രീതിയിലാണ്. കവിത എഴുതുമ്പോഴും ആൾക്കാർ പറയും, കവിത എഴുതുമ്പോൾ ഏതെങ്കിലും ചില വാക്കുകളോ ചില പ്രയോഗങ്ങളോ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കവിത നന്നാവുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പോയി കാണുക, നമുക്കിനിയും വരാം. അതപ്പം എങ്ങനെയാക്കാം.